അപ്പം അതിന് മുമ്പ് ശ്രീകുമാറുണ്ട്. ഫസ്റ്റ് വെള്ളിയേട്ടനിൽ 2000-ൽ പുള്ളിയുടെ കൂടെ ഞാൻ പാടിയ. അതിനുശേഷം ജഗതി ജഗദീശൻ ടൗണിലും പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിയായിട്ടൊരു കോമ്പിനേഷൻ എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ സിനിമകൾ. അപ്പം ഇതിൽ കല്യാണരാമനിലും ഇതേപോലെ പുള്ളിയായിട്ട് ഒരു പാട്ട്, തിങ്കളെ പൂത്തിങ്കളെ എന്നുള്ള അതില് പാട്ട്. മറ്റേ കൈത്തൊടി താളം തൊട്ടി അത് അത് പറഞ്ഞു വരട്ടെ. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഓക്കെ ഇത് നന്നായി, ഇത് ഒരു അപ്പം അവരൊരു പാട്ട് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഇത് ഇരുന്നിച്ച്. അപ്പോൾ ആ കൈത്തൊടി താളം എന്നുള്ള ഒരു പാട്ട് അതിലുണ്ട്. അത് ഈ ശങ്കർ മഹാദേവനോ അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് ഏതെങ്കിലും സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കണം എന്നുള്ള രീതിയിലാണ് അവർ വെച്ചിരുന്നത്. എനിക്ക് തരാൻ ഒരു ചിന്തകളേ ഉണ്ടായില്ല, എനിക്കും അറിയില്ല, ഞാൻ പാടിയിട്ടുമില്ല ട്രാക്ക്. അപ്പം എൻ്റെ അടുത്ത് ബാക്കി എല്ലാ പാട്ടുകളും ഞാൻ ട്രാക്ക് പാടി, ഈ പാട്ട് ട്രാക്ക് പാടിയിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഇഗ്നേഷ് ചേട്ടൻ പറഞ്ഞ്, എടാ ഇതിലൊരു വേറൊരു പാട്ടുണ്ട്, അത് ട്രാക്ക് നീ പഠിക്ക്, ഒന്ന് പാടി നോക്ക്, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും പാടുന്നത്, അങ്ങനത്തെ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടിയിട്ട്. അപ്പോഴും നമ്മൾ ഒരു പാട്ട് കിട്ടിയല്ല, നമുക്ക് ആ ഒരു തൃപ്തിയിൽ ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ പാടി ട്രാക്ക് പാടാൻ വന്നപ്പോൾ തന്നെ ലാല് പറഞ്ഞു നമുക്ക് ഇവനെ കൊണ്ട് തന്നെ പാടി. ഷാഫിയും ഡയറക്ടർ ഷാഫിയായിരുന്നു. ഇവര് അഫ്സലിനെ കൊണ്ട് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ നോർത്തിൽ നിന്ന് ഒരാളെ പാടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടോൺ കിട്ടാം. ഇവിടെ എല്ലാവരും ശ്രീകുമാറേട്ടൻ, ദാസാറ്, ജയേട്ടനൊക്കെ അല്ലാന്ന്. അപ്പോൾ ഒരു വേറെ ഡിഫറെൻറ്റ് ടോണായിട്ട് ഒരാൾ വരണയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരു റഫായിട്ടൊന്ന് പാടാൻ പറഞ്ഞു. പാടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ